വാർത്തകൾ തുടർന്നു. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ ട്രെയിൻ അപകടത്തിൽ ഒരു ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ 5 പേർ മരിച്ചതായി സ്ഥിരീകരണം. 25 പേർക്ക് പരിക്കുണ്ട്. പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിൽ ഗുഡ്സ് ഇടിച്ചാണ് അപകടമുണ്ടായത്. 2 ബോഗികൾക്ക് പാളം തെറ്റി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ മാരിക്കാരൻ, അതീവ ഗുരുതരമായ അപകടമാണെന്ന് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോൾ ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ 5 പേർ മരിച്ചു എന്നുള്ളതാണോ സ്ഥിരീകരണം? നികേഷ്, കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിറകിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ച് ഉണ്ടായ ഈ അപകടത്തിൽ നിലവിൽ 5 പേർ മരിച്ചു എന്ന വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നൽകുന്നത്. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചായി ഡാർജിലിംഗ് ASP ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ലോക്കോ പൈലറ്റ് അടക്കം ഉൾപ്പെടുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ 25ഓളം വരുന്ന ആൾക്ക് പരിക്ക് 25ഓളം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന വിവരവും അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ എത്തിക്കൊണ്ട് പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്നാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതിൽ കേന്ദ്ര സർക്കാരും ശേഖരിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഏത് തരത്തിലാണ് ഈ ഗുഡ്സ് വാഹനം വന്ന് ഇത്തരത്തിൽ ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ ഈ എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുറകിൽ ഇടിച്ചത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സിഗ്നലിങ്ങിനടക്കം പാളിച്ചകൾ സംഭവിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ച് വരുന്നുണ്ട് എന്നാണ് വിവരം ഉള്ളത്. അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാം എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകളും. എന്താണെങ്കിലും ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്ന പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പലർക്കും വലിയ സാരമായ പരിക്കുകൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ഈ 2 ബോഗികൾ പൂർണ്ണമായും പാളം തെറ്റി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്വാഭാവികമായും അപ്രതീക്ഷിതമായ ഈ ഇടിയുടെ ആഘാതത്തിൽ പലർക്കും വലിയ തരത്തിൽ പരിക്കുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ട്രെയിൻ അപകടത്തിൽ സാധാരണ അത്തരത്തിലാണ് വലിയ തരത്തിൽ പരിക്കുകൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇതിലും തികച്ചും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. പ്രധാനമായും ഈ ട്രെയിനിൻ്റെ സഞ്ചാരം എന്നത് അഗർത്തലയിൽ നിന്ന് കൊൽക്കത്തയിലെ സിൽദ സ്റ്റേഷനിലേക്കായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ രംഗവാണി സ്റ്റേഷൻ സമീപമുള്ള റൂയിദാസിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. സിഗ്നൽ സംവിധാനത്തിൽ പാളിച്ചയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട് എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇതിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നികേഷ്, ഈ ഘട്ടത്തിൽ 25 പേർക്ക് പരിക്ക്, 5 മരണം എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ. കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. സിൽച്ചാറിൽ നിന്ന്, അസമിലെ സിൽച്ചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സിൽദായിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ പിന്നിലാണ് ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ ഇടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത്. ന്യൂ ജയ്പാൽഗുരിയുടെ സമീപത്തുള്ള രംഗപാണി സ്റ്റേഷൻ അടുത്തു വെച്ചായിരുന്നു അപകടമെന്നാണ് നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളായി നൽകുന്നത്. 2 കോച്ചുകൾ, കാഞ്ചൻജംഗയുടെ 2 കോച്ചുകൾ ഇപ്പോൾ പാളം തെറ്റിയതായിട്ടാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇക്കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്ന് മമതാ ബാനർജി മുഖ്യമന്ത്രി എക്സിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡോക്ടർമാരെയും ഒപ്പം തന്നെ ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമിനെയും സംഭവസ്ഥലത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനമന്ത്രി വിശദാംശങ്ങൾ നൽകുന്നത് ഇങ്ങനെയാണ്. ഡാർജിലിംഗ് ജില്ലയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുന്നതേ ഉള്ളൂ. ഗുഡ്സ് ട്രെയിൻ ഇടിച്ചാണ് കാഞ്ചൻജംഗ എക്സ്പ്രസ്സിന് അപകടമുണ്ടായിട്ടുള്ളത്. ജില്ലാ മജിസ്ട്രേറ്റിനോടും പോലീസ് സൂപ്രണ്ടിനോടും ഡോക്ടർമാരോടും ഒപ്പം തന്നെ ആശുപത്രികളിൽ നിന്ന് ആംബുലൻസുകളെയും അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിസാസ്റ്റർ ടീമിനെയും സംഭവസ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നും എക്സിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നു. നോബൽ തുടരുന്നുണ്ട്. നോബൽ, കാഞ്ചൻജംഗ എക്സ്പ്രസ് എന്ന് പറയുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള പശ്ചിമ ബംഗാളിൻ്റെ കണക്റ്റാണ്. സ്വാഭാവികമായും വലിയ നിലയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ചെറിയ ട്രെയിൻ അല്ലാതെ കാഞ്ചൻജംഗ എക്സ്പ്രസ്, നമ്മൾ നേരത്തെയും കാഞ്ചൻജംഗ എക്സ്പ്രസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നിൽ അതിവേഗത്തിൽ വന്ന ഗുഡ്സ് ട്രെയിൻ ഇടിക്കുക എന്ന് പറയുമ്പോൾ 2 ബോഗികൾ ഒന്ന് ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന രീതിയിലാകുമ്പോൾ വലിയ അപകടമാണത്. 5 പേർ മരിച്ചു എന്നുള്ളതും 25 പേർക്ക് പരിക്ക് എന്നുള്ളതും പ്രാഥമിക വിവരം മാത്രമാണ്.
നികേഷ്, ഇത് പ്രാഥമിക വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ആ യാത്രക്കാരുടെ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ കാഞ്ചൻജംഗ എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്ന ചില യാത്രക്കാരുടെ പ്രതികരണം വരുന്നുണ്ട്. വളരെ പയ്യാണ് ഈ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുറകിൽ നിന്ന് അതിവേഗത്തിൽ വന്നുകൊണ്ട് ഈ ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു എന്നാണ് ചില യാത്രക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇടിയുടെ ആഘാതം ട്രെയിനിൽ മൊത്തത്തിൽ ഉണ്ടായി എന്നും യാത്രക്കാർ പറയുന്നുണ്ട്. ആ ഇടിയുടെ ആഘാതത്തിലാണ് നമ്മൾ ഈ ആകാശത്തേക്ക് ഈ ട്രെയിനിൻ്റെ ബോഗികൾ ഉയർന്നു നിൽക്കുന്നത്. കാരണം അത്തരത്തിൽ വലിയ ശക്തമായ ഇടിയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ യാത്രക്കാരുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചില ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇപ്പോൾ റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട്. 2 ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് ഇതിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ആ നമ്പറുകൾ അതോടൊപ്പം തന്നെ മറ്റൊരു കൺട്രോൾ റൂമും ഇതുമായി ബന്ധപ്പെട്ട് തുറന്നിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ വിവരം പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശ്വിനി വൈഷ്ണവിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: നിർഭാഗ്യകരമായ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. റെയിൽവേ അതോടൊപ്പം തന്നെ NDRF ഒപ്പം SDRF എന്നിവർ ചേർന്നതായ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം റെയിൽവേയും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി അടക്കമുള്ളവരും ഇതിൽ നടുക്കം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ മജിസ്ട്രേറ്റ്, SP, പോലീസ്, മറ്റ് ഡോക്ടർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ, ആംബുലൻസ് അടക്കമുള്ള എല്ലാ സംവിധാനവും ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്ന് മമതാ ബാനർജിയും വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ ട്രെയിൻ ഇടിച്ചു കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു അത്തരത്തിൽ വാഹനങ്ങൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുന്ന സ്ഥലമാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ അങ്ങോട്ട് എത്തുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നു. പക്ഷേ നാട്ടുകാർ അടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തന്നെ ഉണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് വിവരം ഉള്ളത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രാഥമിക വിവരത്തിൽ മാത്രമാണ് 5 പേർ, അതായത് ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ 5 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത്. 25ഓളം പേർക്ക് പരിക്കുണ്ടെന്ന് പറയുമ്പോൾ അതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഇനിയും പലരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഉണ്ട് എന്നുകൂടി നമുക്ക് ഇതിൽ വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോഗികൾക്ക് ഇടയിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഇടിച്ചു കയറിയ ആഘാതത്തിൽ ബോഗിയിലേക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് ചില കോളുകൾ, ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ബോഗിക്കകത്ത് ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് എന്നാണ് വിവരം ഉള്ളത്. എന്താണെങ്കിലും പരമാവധി ആളുകളെ എത്രയും വേഗം ആശുപത്രി എത്തിക്കാനുള്ള നടപടികൾ, പ്രത്യേകിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ, രക്ഷാപ്രവർത്തനം എല്ലാം അവിടെ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയും സ്ഥലത്ത് എത്തിയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരിക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉള്ളത്.